അതായത് ഒരു ബിഷപ്പ് നേരിട്ട് കാശ് വാങ്ങി എന്നാണോ നിങ്ങൾ പറയുന്നത്? ബിഷപ്പ് നേരിട്ട് വാങ്ങി, ബെനറ്റ് വാങ്ങി, പ്രവീൺ വാങ്ങി. ഇവിടെ നിന്ന് ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഓരോ ദിവസവും 25 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 40 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന് ഈ ആരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ? അങ്ങനെ 39 കോടി രൂപ. ഒരു രസീതും കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കെട്ടിടം കെട്ടിട്ടില്ല അവിടെ, കെട്ടിയിട്ടേ ഇല്ല. ഇല്ല. സർക്കാരും ഒത്താശ ചെയ്തു. സർക്കാരാണ് ഇതിന് ഒത്താശ. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ 3 കോടി രൂപ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുകയും, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടോ? നമ്മളറിയില്ല. കുട്ടികളോടൊക്കെ അന്വേഷിച്ചോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മളെല്ലാം അന്വേഷിച്ചു. അത് അവരും അന്വേഷിച്ചിട്ടുണ്ട്. ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFI അന്വേഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവരാരും അവിടെ ഇല്ല. കണ്ടെത്തിയിട്ടില്ല. ഈ അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം അവർക്ക് വേണ്ടി നിൽക്കുന്നത് ഈ എക്സാലോജിക്കിന് കൊടുത്ത കോടികളുടെ ഒരു സ്നേഹം കൊണ്ടാണ്. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിഗണിക്കുന്നത് ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ വിഷയമാണ്. ഒരു വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നു ഇവിടുത്തെ ഭരണകൂടവും പോലീസ് സംവിധാനങ്ങളും തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ, തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ബോധപൂർവമായ നീക്കം നടത്തുന്നു എന്ന്. അതേസമയം പോലീസും സംവിധാനങ്ങളും പറയുന്നത് നേർ വിപരീതമായ കഥകളാണ്. CSI സഭയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. ശരിക്കും CSI സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? അതേക്കുറിച്ച് സംസാരിക്കാൻ സഭാവിശ്വാസി കൂടിയായ ശ്രീ VT മോഹനൻ നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം സാർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. CSI സഭയുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായി കേൾക്കുന്നതൊന്നും അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. ശരിക്കും CSI സഭയ്ക്കകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ പ്രശ്നം? എന്താണ് ശുഭകരമല്ലാത്ത കാര്യം? കേട്ടത് എന്തൊക്കെയാണ്? സഭയിൽ ഒരു വിഭാഗം വിമത സ്വരം ഉയർത്തുന്നു. തങ്ങളുടെ സഭ മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്നു, അടിപിടി കേൾക്കുന്നു, പ്രതിഷേധം നടക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ CSI സഭ രൂപീകരണത്തിന് ശേഷം 6ാമത്തെ ബിഷപ്പായിരുന്നു ധർമ്മരായ റസാലം. 2011 ജൂലൈ 23 അദ്ദേഹം ബിഷപ്പായി ചാർജ് എടുക്കുന്നത്. അതുവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ അഡ്മിഷനും ബാക്കിയെല്ലാം നല്ലവണ്ണം പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ആ കച്ചവടം ഭയങ്കരമായി കൂടിയതും CSI സമൂഹത്തിന് കിട്ടേണ്ട ആ അഡ്മിഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അന്യ മതസ്ഥർക്കും CSIയുടെ മറ്റ് വിഭാഗങ്ങൾക്കും കോടിക്കണക്കിന് മറച്ചു വയ്ക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. അതായത് സഭയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തിരിമറികളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതെ, ഓക്കെ, പറയും. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജ് തുടങ്ങിയത് തന്നെ CSI SIUC വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. 2011 വരെ അവിടെ എൻ്റെ ഫാദർ MLA ആയിരുന്നപ്പോൾ അവിടെ കിട്ടിയിരുന്ന 10% മെരിറ്റ് സീറ്റിലെ SIUC വിഭാഗത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് അത് MA ബേബി മന്ത്രിയായിരുന്നപ്പോൾ അത് 15 സീറ്റായിട്ട് മാറ്റുകയും ആ 15 സീറ്റ് വെച്ച് തന്നെ ഇവർ കച്ചവടം നടത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ മെരിറ്റിൽ കിട്ടുന്ന SIUC ആ 15% 100ൽ 15 സീറ്റാണ്. അതുവരെ വിറ്റ് കാശാക്കിയവരാണ് ഈ പറയുന്ന വ്യക്തികളെല്ലാം. ഈ കച്ചവടമാക്കി എന്ന് പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കാം. എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത്? കച്ചവടം എന്ന് വെച്ചാൽ അവർ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയത് തമിഴ്നാട്ടിൽ പിള്ളേരാണ്. SIUC വിഭാഗം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ കുട്ടികളെ കൊണ്ട് ഇവിടെ അഡ്മിഷൻ കൊടുക്കുകയും ഓരോ കുട്ടികളിൽ നിന്നും ഏകദേശം 1 കോടി 2 കോടി രൂപ വെച്ച കാശുകൾ നമുക്കറിയാം. NRI സീറ്റിൻ്റെ കാര്യം. NRI സീറ്റിൻ്റെ അല്ല, NRI സീറ്റ് അല്ലാതെ തന്നെയാണ്. അതായത് ഈ നീറ്റ് സമ്പ്രദായമൊക്കെ വരുന്നതിന് മുൻപുള്ള കഥ. നീറ്റ് വരുന്നതിന് മുമ്പുള്ളതാണ്. ശരി. പക്ഷേ നീറ്റ് വന്നതിന് ശേഷവും 2017 നീറ്റ് വരുന്നു. 2018 ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ 2018 ഓരോ വർഷവും സീറ്റ് മാട്രിക്സ് ഉണ്ടാക്കണം. ഈ സീറ്റ് മാട്രിക്സ് ഉണ്ടാക്കുന്നത് സൗത്ത് കേരള മെഡിക്കൽ മിഷൻ്റെ കീഴിലാണ് ഈ പറയുന്ന കാരക്കോണം മെഡിക്കൽ കോളേജ്. പക്ഷേ ആ മെഡിക്കൽ മിഷനെ നോക്കുകുത്തിയായി വെച്ചിട്ട് ഇത് കോളേജ് ഡയറക്ടറും അതിൻ്റെ ചെയർമാനും TT പ്രവീണും ഇവർ മാത്രമാണ്. ആരാണ് ഈ കോളേജ് ചെയർമാൻ? ആരായിരുന്നു കോളേജ് ചെയർമാൻ? എല്ലാ പ്രാവശ്യവും അതാത് ബിഷപ്പുമാരാണ്. ശരി. ഈ സംഭവം നടക്കുന്ന സമയത്ത് ബിഷപ്പ് ആരായിരുന്നു? ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ധർമ്മരായ റസാലാണ്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ അതിൻ്റെ അവസാനത്തെ കാര്യം പറയാം. 2018 സീറ്റ് മാട്രിക്സ് ഈ പറയുന്ന ബിഷപ്പ്
ഒപ്പിട്ട് കൊടുക്കുന്നു സർക്കാരിന്. പക്ഷെ സർക്കാർ എന്ത് ചെയ്തു? ഈ കേസൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാ സീറ്റും SIUC നാടാർ വിഭാഗത്തിന് നൽകി ഉത്തരവിറക്കി. ശരി. പക്ഷേ ഇവർ നേരത്തെ കാശ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഒരു CMS ആംഗ്ലിക്കൻ സഭയെന്നും പറഞ്ഞ് 13 പിള്ളേരിൽ നിന്ന് അവർ കാശ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിലെ കുട്ടികളുടെ നിന്ന് കാശ് വാങ്ങി വച്ചിരിക്കുന്നു. പക്ഷെ അത് സർക്കാർ അനുവദിക്കാതെ എല്ലാ സീറ്റും SIUC നാടാർ വിഭാഗത്തിന് നൽകി. ഇവർ ചുമ്മാ ഇരുന്നില്ല. ആ 26/2018 ഉത്തരവിറക്കി. 25-ാം തീയതി ഈ പറയുന്ന കോളേജ് ചെയർമാൻ ഞങ്ങൾ തന്ന അതേ സീറ്റ് മാട്രിക്സിന് ഞങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു. ശരി. പക്ഷേ ഞാൻ വിവരാവകാശം വഴി എടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ കത്ത് അവിടെ കിട്ടിയിട്ടില്ല. ആ കത്ത് അവർ നേരെ DME ഓഫീസിൽ കൊണ്ടുപോവുകയും DME അവിടെ കൊണ്ടുപോവുകയും അവിടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവിടുത്തെ ഒരു റെക്കോർഡിലും ഈ കത്ത് വന്നതായിട്ട് ഒരു തെളിവുമില്ല. രാത്രി 7:45 ഡോക്ടർ ബെനറ്റ് എബ്രഹാം രാജീവ് സദാനന്ദനെ സ്വാധീനിച്ചിട്ട് അദ്ദേഹം, അതായത് അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തിൻ്റെ, 7:45 ഡോക്ടർ ബെനറ്റ് അവിടെ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ശരി. ഇത് ഞങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു. ശരി. വിജിലൻസ് അത് അനങ്ങുന്നേ ഇല്ല. അങ്ങനെ ഞാനത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതിൻ്റെ അന്വേഷണത്തിന് പോകുന്നു. അതായത് ഈ സീറ്റ് മെട്രിക്സ് അട്ടിമറിച്ചതിന് ദുരൂഹത. ശരി. അവിടെ നിന്ന് പോയി അത് ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതുവരെ അത് ആ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ഇതാണ് ഇവരുടെ ഈ പറയുന്ന ത്രിമൂർത്തികൾക്ക് ഈ സർക്കാരുള്ള സ്വാധീനം എന്നുള്ളത്. അതായത് ധർമ്മരാജ് റസാലം തിരുമേനി, ദെൻ ബെനറ്റ് എബ്രഹാം, ടി പ്രവീൺ, ഈ 3 പേർക്കും സർക്കാരിൽ മൃഗീയ സ്വാധീനമാണ്. അതുകൊണ്ടാണ് ഇവർ സീറ്റ് മെട്രിക്സ് അട്ടിമറിച്ചത്. ഇത് 2018 ഉണ്ടായ വിവാദം. ശരിക്കും CSI സഭയുമായിട്ടുള്ള ബന്ധം വിവാദങ്ങൾ തുടങ്ങുന്നത് അതിനു മുൻപാണല്ലോ. ശരിക്കും ധർമ്മരാജ് റസാലം CSI സഭയുടെ തലപ്പത്തെത്തിയ നാൾ മുതൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്തോ വന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കോഴ ഇടപാട് ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ പറയാം. 2016 ആദ്യം ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നത്. അതായത് ധർമ്മരാജ് റസാലം 11 കയറി 2016 ഇലക്ഷൻ നടക്കേണ്ടതിന് പകരം അദ്ദേഹം എല്ലാ വർഷവും ഇലക്ഷൻ നടക്കേണ്ടതാണ്. ഇല്ല 3 വർഷത്തിലൊരിക്കൽ ഇലക്ഷൻ നടക്കും. 11 അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് 16 ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് ആ ഇലക്ഷൻ നടത്താതിരിക്കുകയും പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അത് സംഭവിച്ചു. അതിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രഷറായിരുന്നു ബെനറ്റ് എബ്രഹാം. ഓക്കെ. അത് വരാൻ കാര്യം ഈ ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്നത് നമ്മുടെ ഈ CPIയുടെ പെയ്ഡ് സ്ഥാനാർത്ഥിയായിട്ട്. അതെ 2014 CPIയുടെ പെയ്ഡ് സ്ഥാനാർത്ഥി തന്നെയാണ് ഈ പറയുന്ന ഈ ബെനറ്റ് എബ്രഹാം. ഓക്കെ. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ പിന്നീട് അറിയുന്നതെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും വിജിലൻസ് അന്വേഷണമായാലും നമ്മൾ എന്ത് കാര്യം സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ പോയി ന്യായമായി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും നമുക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. നമുക്കെതിരായി സർക്കാർ സംവിധാനങ്ങളെല്ലാം മാറുന്നു. ഓക്കെ. അല്ല, നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ഇദ്ദേഹം വരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഫോം ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് സംഭവിച്ചത് 2016 മുതൽ 2018 വരെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തുടർന്നു. ശരി. തുടർന്നിട്ട് 2018 3 വർഷത്തൊരിക്കൽ നടക്കേണ്ട ഇലക്ഷൻ 2018 ഓഗസ്റ്റിൽ ഇലക്ഷൻ നടന്നു. 3-2 ഭൂരിപക്ഷത്തോടെ ഡോക്ടർ ബിസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിടെ അധികാരത്തിൽ വരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റോസ് ബിസ്റ്റ് 3-2 ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വരുന്നത്. ശരി. ആ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവരിവിടെ കാണിച്ച എല്ലാ തെണ്ടിത്തനങ്ങളും അഴിമതിയും കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതായത് ധർമ്മരാജ് റസാലത്തിന്റെ ഒത്താശയോട് കൂടി. നിങ്ങളുടെ ആരോപണമല്ല, സത്യമാണത്. ഓക്കെ. ശരി. എന്നിട്ട് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന ധർമ്മരാജ് റസാലം അന്ന് വന്ന ഡോക്ടർ റോസ് ബിസ്റ്റിനെയും റവറൻഡ് ഡീൻ കാൽവിൻ ക്രിസ്റ്റോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ 7.5 കോടി രൂപ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ശരി. കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ശരി. ആ കാശ് നിങ്ങൾ എവിടെ നിന്നെങ്കിലും എടുത്ത് ഞങ്ങൾക്ക് തരണം. അല്ലെ, വാങ്ങി എന്ന് പറഞ്ഞു. ഈ വാങ്ങിയത് അക്കൗണ്ട് വന്നിട്ടില്ല. എല്ലാം നമ്പർ 2 ഇടപാടാണ്. അക്കൗണ്ടിൽ വരാത്ത പൈസ എങ്ങനെ പുതിയ കമ്മിറ്റി കൊടുക്കാൻ പറ്റും? അതായത് ഒരു ബിഷപ്പ് നേരിട്ട് കാശ് വാങ്ങി എന്നാണോ നിങ്ങൾ പറയുന്നത്? ബിഷപ്പ് നേരിട്ട് വാങ്ങി, ബെനറ്റ് വാങ്ങി, പ്രവീൺ വാങ്ങി. ഇവർ വാങ്ങിയ കാശ് 7.5 കോടിയോളം രൂപ സഭയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ല. ആ കാശ് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാത്തത് കാരണം തിരികെ കൊടുക്കണമെന്ന് പുതിയ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞു. ഓക്കെ. കമ്മിറ്റിക്കാരെന്താ പറഞ്ഞു? പുതിയ കമ്മിറ്റി പറഞ്ഞു അക്കൗണ്ടിൽ വരാത്ത പൈസ ഞങ്ങൾ കൊടുക്കത്തില്ല. അങ്ങനെ ആ കമ്മിറ്റിയും ഈ പറയുന്ന ധർമ്മരാജ് റസാലവുമായി അവിടെ നിന്ന് സ്വര ചർച്ച
തുടങ്ങുന്നു. ശരി, അവിടെ വെച്ചാണ് തെറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, വരവ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഈ കാശ് എവിടെ പോയി എന്ന് ഈ ഭരണസമിതി ബിഷപ്പിനോട് ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചു. എന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞുതരാം. ഈ പറയുന്ന പൈസ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വെള്ളട സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. എല്ലാവരും ഒരു 9 കാശ് നൽകി അഡ്മിഷൻ കിട്ടിയില്ല, പരാതി കൊടുക്കുന്നു. എന്നിട്ട് ആ പരാതിക്കാർ തന്നെ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിലെ അന്നത്തെ ചെയർമാനായിരുന്ന രാജേന്ദ്ര ബാബു സാറിൻ്റെ അടുത്ത് അവർ പരാതി കൊടുക്കുന്നു. അങ്ങനെ രാജേന്ദ്ര ബാബു സാറ് ഒരു 6-7 സിറ്റിംഗ് നടത്തിയതിനു ശേഷം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ധർമ്മരായ റസാലം ഒരു അഫിഡവിറ്റ് കൊടുത്തു ആക്ക് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാന്, ഞാൻ ഇത്രയും കാശ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാശ് കോഴ വാങ്ങി എന്നുള്ളത് സമ്മതിച്ചു. ആ വാങ്ങിച്ചിട്ട് ആ പൈസ ഞാൻ സെക്കൻഡ് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. സെക്കൻഡറി അക്കൗണ്ട് മീൻസ് സ്ഥാപനത്തിന്റെ പേരിലുള്ള, അതാക്കണം അറിയില്ല, അതിൽ കൊടുത്തെങ്ങനെയാണ് സെക്കൻഡ് അക്കൗണ്ടിൽ ഞങ്ങൾ ഈ പൈസ ഇട്ടിട്ടുണ്ട്. അവന് ആ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് തിരികെ കൊടുത്താൽ പോരെ? അപ്പം മതി, അത് കൊടുത്തില്ല. അവിടെ നിന്നാണ് ഇവിടെ ഈ പുതിയ കമ്മിറ്റിക്കാരും ഈ പറയുന്ന ധർമ്മരായ റസാലും തമ്മിൽ തെറ്റൽ വരുന്നത്. അങ്ങനെ അത് മുതൽ 2018 അധികാരത്തിൽ വരുന്നു. 2020 ഡിസംബർ ആയപ്പോൾ ആ കമ്മിറ്റിയെ തന്നെ ഈ ധർമ്മരായ റസാലം പിരിച്ചുവിടുന്നു. അതായത് കാശ് തിരികെ കൊടുത്തിട്ടില്ല, പോലീസ് അന്വേഷണം നടക്കുന്നു, ഒരു കാര്യവും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാതിരിക്കുമ്പോൾ പുതിയ വന്ന ഭരണസമിതി അദ്ദേഹം തന്നെ പിരിച്ചുവിടുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് അദ്ദേഹത്തിനെ ഒരു പ്രാവശ്യം തടഞ്ഞു വച്ച TT പ്രവീൺ എന്നുള്ള വ്യക്തിയെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് അവിടെ നിയമിക്കുന്നു. ഈ TT പ്രവീൺ ആരാണ് ശരിക്കും? TT പ്രവീൺ അവിടെ ഒരു ചെറിയ ഒരു കോൺട്രാക്റ്റ് പണിയായിട്ട് വന്ന മനുഷ്യനാണ്. സഭയുടെ കോൺട്രാക്റ്റ് പണിയായിട്ട് വന്നതാണ്. അവിടെ നിന്ന് നമ്മുടെ 2-3 സ്ഥാപനങ്ങൾ പണി കഴിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇയാൾ കോടികൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അത് നമുക്ക് അത്ര വിശ്വാസം പോരാ. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം. ഈ 2016 ഡോക്ടർ ബെനറ്റ് എബ്രഹാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രഷറായിട്ട് വന്നല്ലോ. വരുമ്പോൾ ഈ പറയുന്ന ഈ TT പ്രവീണിൻ്റെ ഒരു കമ്പനിയുണ്ട്, മൈക്കൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. അവർ ഓരോ ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ഓരോ ദിവസമാണ് കൊണ്ട് ബില്ല് കൊടുക്കും. ബെനറ്റ് എബ്രഹാം അത് പാസ്സാക്കി വിട്ടുകൊടുക്കും. അവിടെ ഒരു ദിവസം എത്ര വരുമാനമാണെന്ന് നമുക്കറിയാവൂ. ഇത് അങ്ങനെ ഇതിന്റെ ബില്ല ഇദ്ദേഹം കൊണ്ടുവന്നുകൊണ്ട് ബിൽഡിംഗ് വെച്ചെന്ന് പറഞ്ഞാണ്. ബിൽഡിങ്ങിന്റെ പണി വെച്ചെങ്കിൽ അത് ബിൽഡിംഗ് കാണണ്ടേ? ഇല്ലാത്ത അല്ല, ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചാൽ 4 കോടിക്കുള്ളതിന് പകരം 12 കോടി വാങ്ങിച്ചു മുള്ളേര കോളേജിന് വേണ്ടി. അതായത് കെട്ടുന്നുണ്ട്, ഒരു ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അനധികൃതമായിട്ട് ബില്ല് മാറുന്നു. ശരി. പക്ഷേ ആ പൈസ എന്ന് പറയുന്നത് 2017-18 കൊടുത്തതാണ്. അന്നും 2 ലക്ഷത്തിൽ കൂടുതൽ പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഓരോ ദിവസവും 25 ലക്ഷം രൂപ 10 ലക്ഷം രൂപ 40 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന്. ഈ ആരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ? ഈ ബെനറ്റിൻ്റെയും ഈ ബിഷപ്പിൻ്റെയും രണ്ടുപേരുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഈ പറയുന്ന മൈക്കൽ ബിൽഡേഴ്സിന്റെ ആ വഴി കൂടെ ആയിരുന്നു. ഇവർക്ക് ഈ കള്ളപ്പണം വന്നു എന്ന് താങ്കൾ ആരോപിക്കുന്നു. എവിടെന്നാ വരുന്നത് ഈ കാശ്? വന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏത് ഈ കോഴ പിള്ളേരുടെ ഇത് വാങ്ങിയ കാശ്. അത് മാത്രമല്ല, 2018 പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരുമ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഫീസ് അടയ്ക്കാത്ത ഒരു 150 പിള്ളേരെ കണ്ടുപിടിക്കേണ്ടി വന്നു. അവരുടെ ഫീസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫീസ് എല്ലാം അടച്ചിട്ടുണ്ട്. ആരെ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ 33 കോടി രൂപയാണ് ആ പിള്ളേരിൽ നിന്ന് മുൻകൂർ അഡ്വാൻസ് ആയിട്ട് ഫീസെല്ലാം മാറ്റിയത്. ആ പൈസ ആ അക്കൗണ്ട് ഒരിടത്തും വന്നിട്ടില്ല. ഇതിനൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല, ഒന്നിനും കൊടുത്തിട്ടില്ല. 33 ലക്ഷം രൂപയൊക്കെ അങ്ങ് ചുമ്മാ കൊടുക്കുകയാണ്. 33 കോടി. എന്നിട്ട് ഈ പിള്ളേരുടെ തന്നെ എല്ലാവരുടെയും ഈ പറയുന്ന കമ്മിറ്റിക്കാർ എഴുതി വാങ്ങിച്ചു. എങ്ങനെ? മുദ്രപത്രത്തിലും എല്ലാത്തിലും ആധാർ നമ്പർ ഉൾപ്പെടെ എഴുതി വാങ്ങിച്ചു. ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബാങ്ക് ത്രൂ ആണോ കൊടുത്തിട്ടുള്ളത്? അല്ലല്ല, എല്ലാം റെഡി ക്യാഷ്. അവർ ചെയ്തതും തെറ്റാണ്. കാരണം 2 ലക്ഷം അല്ല, അവർ തെറ്റാണ്. കാര്യം അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലെ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഉന്നതാധികാരികളും ബിഷപ്പും കൂടി ചോദിച്ചാൽ അവർ പിള്ളേരെ കൊടുത്തല്ലേ ഒക്കുള്ളൂ. അതായത് നമ്പർ 2 തരാൻ നിർബന്ധിച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ കൊടുത്തു. അങ്ങനെ 33 കോടി രൂപ. ഒരു രസീതും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന 33 കോടി രൂപയും അത് കള്ളപ്പണം വെളുപ്പിച്ചതാണ്. ശരി. അതായത് പിള്ളേരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശ് നമ്പർ 2 ആയി വാങ്ങുന്നു, അതിന് റെസീറ്റ് കൊടുക്കുന്നില്ല, അത് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുന്നില്ല, എന്നിട്ട് അതെല്ലാം മറ്റെവിടെയോ പാർക്ക് ചെയ്തതിന് ശേഷം സ്ഥാപനത്തിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കുള്ള കാശ് കൊടുക്കുന്നു എന്ന വ്യാജേന പ്രവീൺ വഴി വെളുപ്പിക്കുന്നു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. അതെ. ഓക്കെ, ഇനി പറയൂ. ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് 2015 മുതൽ
2023 ഡിസംബർ വരെ ഒരൊറ്റ കെട്ടിടത്തിന് പെർമിഷൻ കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടില്ല നിർമ്മിക്കാൻ. ശരി. പക്ഷേ നിർമ്മിച്ചെന്ന് പറഞ്ഞ് ഈ പറയുന്ന 2019 മുതൽ 2022 വരെ ഏകദേശം 150 കോടി രൂപയാണ് കെട്ടിടം പണിഞ്ഞെന്ന് പറഞ്ഞ് ഈ പ്രൈവറ്റ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അല്ല, അവിടെ ഒരു സാങ്കേതികത്വം നമുക്ക് പറയാം. ടെക്നിക്കലി സാങ്ഷൻ കൊടുത്തിട്ടില്ല, പക്ഷെ പല കെട്ടിടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയൊക്കെ വാങ്ങുന്നതിന് മുന്നേ അങ്ങ് കെട്ടും. പിന്നീട് ഭരണസ്വാധീനം ഉപയോഗിച്ച് പെർമിഷനൊക്കെ പിന്നീട് തരപ്പെടുത്തുകയാണ് പതിവ്. അങ്ങനെ കെട്ടിടം കെട്ടിട്ടില്ല, അവിടെ കെട്ടിയിട്ടേ ഇല്ല. ഇല്ലാത്ത കെട്ടിടത്തിന് 150 കോടി. പണ്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ മെയിൻ്റെനൻസ് മാത്രമേ നടത്തിട്ടുള്ളൂ. താങ്കൾ പറയുന്നതിൽ ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് താങ്കൾ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതിലൊരു സംശയം ആർക്കും തോന്നാം. ഇപ്പോൾ 1-2 കോടിയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഫൈൻ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. 150 കോടി രൂപ യാതൊരു കൺസ്ട്രക്ഷനും നടത്താതെ ചുമ്മാതേക്ക് അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 കോടി രൂപ കൊടുത്തതിൻ്റെ ഏത് അക്കൗണ്ടിലാണ്, ഏത് അക്കൗണ്ട് നമ്പറാണ്, ഏത് ബാങ്കിലാണ്, ഏത് ഡേറ്റിലാണ് കൊടുത്തതെന്നുള്ള പേപ്പറൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അവിടെ ഒരു സംശയം കൂടെ ബാക്കി. താങ്കൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ വാങ്ങിച്ച 33 കോടി രൂപയാണ്. 150 കോടി കൊടുത്തെങ്കിൽ അപ്പോൾ ഈ ബാക്കി ഇത്രയും വലിയ ഭീമമായ തുക വേറെ ഏത് വകുപ്പിൽ വന്ന കാശാണ്? എവിടെ നിന്ന് വന്ന കാശാണ്? ആരുടെ കാശാണ്? അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഈ FCRA അക്കൗണ്ട് വഴി ഓരോ വർഷവും സിനഡിന് കോടിക്കണക്കിന് രൂപ വരും. സിനഡിന്റെ വരുന്നത് ചെന്നൈയിലല്ലയോ? അതെ. അതിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഡയോസിസ് ആണ്. ഒരു യൂണിറ്റ്. ഓക്കെ. ആ സിനഡിൻ്റെ കീഴിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഡയോസിസ് ആണ്. ആ പൈസയിൽ നല്ലൊരു എമൗണ്ട് ഈ യൂണിറ്റിൽ വരുന്നത് കാരക്കുളം മെഡിക്കൽ കോളേജിന് വേണ്ടിയാണ്. ഓക്കെ. അവിടെ നിന്ന് അവർ ഓരോ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും എന്ന് കള്ളത്തനത്തിൽ ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ അത് അടിച്ചു മാറ്റുന്നതാണ് അവിടുത്തെ ബെനറ്റ് എബ്രഹാമിൻ്റെ സ്ഥിരം പരിപാടി. ശരിക്കും സിനഡിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സിനഡിലേക്ക് ഫോറിൻ ഫണ്ട് വരുന്നു, ചെന്നൈയിൽ വരുന്നു. അത് ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇവർ വ്യാജമായിട്ടുള്ള പ്രൊപ്പോസൽ കൊടുത്തിട്ടാണ് ഇവർ കാശ് വാങ്ങുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. അത് ബാങ്ക് ത്രൂ ആയിരിക്കില്ലേ വരുന്നത്? അതപ്പോൾ എങ്ങനെ നമ്പർ 2 ആകും? സിനഡിൽ നിന്ന് അല്ല, അത് എല്ലാം ബാങ്ക് ത്രൂ ആണ്. ആ സാധനം ഇവര് മറ്റില്ലാത്ത കൺസ്ട്രക്ഷൻ വഴി അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അതെ. ഇത് നിങ്ങളുടെ ആരോപണമാണ്, തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശരി. അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. നമുക്ക് എൻഫോഴ്സ്മെന്റിലേക്ക് വരാം. അതിനു മുന്നേ ഈ 2020 ആയപ്പോൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ പറയും. പിന്നെ ഏകദേശം ഒരു 3.5 വർഷമായി അവിടെ നടക്കുന്ന അഴിമതിയും എന്നുവെച്ചാൽ ഓരോ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അപ്പോയിൻമെൻറ്റിന് ഓരോന്നിനും വേണ്ടി 50 ലക്ഷം മുതൽ 1 കോടി രൂപയാണ് മറ്റുള്ളത്. അപ്പോയിൻമെൻറ്റ് വേണ്ടി മാത്രം. അതെന്താ അങ്ങനെ? സാധാരണ ഇപ്പം നമ്മുടെ SN ട്രസ്റ്റ് പോലെയോ അല്ലെങ്കിൽ NSSൻ്റെയൊക്കെ അത്തരമുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളുണ്ട്, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ സർക്കാർ ശമ്പളം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാശ് കൊടുത്ത് നിയമനം വാങ്ങാൻ ഒരുപാട് പേർ അവിടെ തള്ളാറുണ്ട്. ഇതൊരു പ്രൈവറ്റ് കോളേജാണ്. അപ്പോൾ ഇവിടുത്തെ നിയമനങ്ങൾ എങ്ങനെയാണ്? ഇതും എയ്ഡഡ് ആണ്. നമുക്ക് ഏകദേശം 40 സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുണ്ട്. ഓക്കെ. നിങ്ങൾ പറഞ്ഞ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റ് സ്ഥാപനങ്ങൾ. കാട്ടക്കാട് ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്. ഓക്കെ. ഞാനിത് പൂർണ്ണമായി നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത് കരുതി. ഓക്കെ, മനസ്സിലായി. അത് തന്നെ ഏകദേശം ഈ 3 വർഷത്തിനിടയ്ക്ക് ഏകദേശം ഒരു 50-60 പേരിൽ നിന്ന് ഒരു 16-17 കോടി രൂപ ഈ പറയുന്ന ബിഷപ്പും ഈ പറയുന്ന TT പ്രവീണും വഴി വാങ്ങിയിട്ടുണ്ട്. ശരി. അങ്ങനെ ആർക്കും അപ്പോയിൻമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അവരാരും കേസിനൊന്നും പോയിട്ടില്ല. അതിപ്പോൾ അവർ പരാതി വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ബിഷപ്പ് മനോജ് വന്നപ്പോൾ പുതിയ ബിഷപ്പിൻ്റെ പരാതി പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഓക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ 2020 ശേഷം സംഭവിച്ച കാര്യങ്ങളിലേക്ക് വരാം. 2020 ശേഷമാണ് ഒരുപാട് അഴിമതിയും ഒരുപാട് കൊള്ളരായ്മയും ഈ TT പ്രവീണും ബെനറ്റും ഈ ബിഷപ്പും കൂടെ കാട്ടിക്കൂട്ടിയത്. അതിനെതിരെ ഞങ്ങളും സഭാജനങ്ങൾ എന്താന്ന് പറയണേ, സിനഡിനല്ല സർക്കാരിന് പരാതി കൊടുത്തു. ഓക്കെ. സർക്കാരിന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രി ഓഫീസിലെല്ലാം അറിയിച്ചു. പക്ഷെ ഒരു അനക്കവും ഇല്ല. സിനഡിൽ അറിയിച്ചില്ലായിരുന്നോ? സിനഡ് നേരത്തെ അറിയിച്ചു. പിന്നെ സിനഡിൽ അറിയിക്കാൻ പറ്റത്തില്ല. കാര്യം അല്ല, സിനഡ് ഇവര് ഈ ബിഷപ്പ് വന്നിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ കൊണ്ടുവന്നത് കുറച്ചു കാലത്തേക്കല്ലേ? തിരഞ്ഞെടുപ്പ് നടത്താൻ 6 മാസത്തേക്കാണ്. 6 മാസത്തേക്ക്. എന്നിട്ട് തിരഞ്ഞെടുപ്പ് നടന്നോ? ഇല്ല, ഒന്നും നടന്നില്ല. എന്താ സംഭവിച്ചപ്പോ എന്ന് വെച്ചാൽ ഇതാണ്, ഈ വരുന്ന കമ്മിറ്റിയെ വെച്ച് നല്ലവണ്ണം പൈസ പിരിക്കുക എന്നുള്ളതായിരുന്നു ഈ കൊണ്ടുവച്ച വ്യക്തിയുടെ താല്പര്യം. അതായത് ബിഷപ്പിന്റെ താല്പര്യം. ശരി. അത് കറക്റ്റാണ് നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ സർക്കാരും ഒത്താശ ചെയ്തു. സർക്കാരാണ് ഇതിന് ഒത്താശ. ഓക്കെ. സർക്കാർ ഒത്താശ ചെയ്യാൻ പിന്നെ എന്ത് കാരണമെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ
എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ 3 കോടി രൂപ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുകയും ബാക്കി ഓരോ വർഷം എത്ര കൊടുക്കണമെന്ന് നമുക്കറിയാൻ കഴിയില്ല. നിങ്ങൾ എക്സാലോജിക് എന്ന് ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വിവാദമായ ആ സ്ഥാപനം ആ കമ്പനിയാണ്. അങ്ങനെ ആ കമ്പനിയും കാരക്കോണം മെഡിക്കൽ കോളേജ് തമ്മിൽ എന്താ ബന്ധം? ഈ പറയുന്ന ഈ ക്രൈംബ്രാഞ്ച് കേസും എല്ലാം എന്തെങ്കിലും രീതിയിൽ ഒത്തുറപ്പാക്കണ്ടേ, സർക്കാരിനെ സ്വാധീനിക്കണ്ടേ? ഓക്കെ, സർക്കാരിനെ സ്വാധീനിക്കാൻ പറ്റിയ വകുപ്പെന്ന് പറയുമ്പോൾ എക്സാലോജിക്കായിരുന്നു. അങ്ങനെയാണ് ഇതാ എക്സാലോജിക്ക് കാരക്കോണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന തങ്കരാജന് കൊടുത്ത നോട്ടീസാണിത്. എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് കണ്ടന്റ് പറഞ്ഞാൽ മതി, വായിക്കണ്ട. നിങ്ങൾ 2017 മുതൽ എക്സാലോജിക്കുമായി എന്താണ് ബന്ധം? നിങ്ങൾ അവരുമായിട്ട് വെച്ച കരാറിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് ഹാജരാക്കണം. നിങ്ങൾ എത്ര അക്കൗണ്ട് വഴിയോ അല്ലാതെയോ എത്ര രൂപ നിങ്ങൾ ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. ED ആണ് ഈ കത്ത് കൊടുത്തേക്കുന്നത്? അല്ലല്ലേ, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ യൂണിറ്റ് ആണ്. കാരക്കോണം മെഡിക്കൽ കോളേജിന് കൊടുത്ത കത്താണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലൊരു ഇടപാടുണ്ട്. ആ ഇടപാട് എന്താണ് എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ? ED എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആകുന്നത്? എങ്ങനെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന ഒരു മെഡിക്കൽ കോളേജിൽ വന്നിട്ട് നിങ്ങളുടെ വെൻഡറായിട്ടുള്ള എക്സാലോജിക്കായിട്ടുള്ള ഇടപാട് എന്താണെന്നൊക്കെ ചുമ്മാ അങ്ങ് ചോദിക്കുമോ? എന്താ ED ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ? ഇതിനകത്തോ ഈ കത്ത് ED അയക്കാനുണ്ടായ സാഹചര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം ED നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് കാരക്കോണം മെഡിക്കൽ കോളേജിലെയും അതിൻ്റെ അധികാരികൾക്കെതിരെ കേസ് നടക്കുന്നു. ഓക്കെ, അതിന് പിന്നിൽ നിങ്ങളുടെയൊക്കെ പരാതി ഉണ്ടായിരുന്നോ? എൻ്റെ ഒരു 19 പരാതിയുണ്ട്. താങ്കൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു, അവിടെ നിന്ന് പരിഹാരം ഉണ്ടായില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു, അത് അട്ടിമറിക്കുന്നു. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ ഈ പറയുന്ന വിവാദ വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 19ഓളം പരാതികൾ EDക്ക് കൊടുത്തിരുന്നു. അത് വിത്ത് തെളിവുൾപ്പെടെയാണ്, വെറും പരാതിയല്ല. വെറും പരാതി അല്ല അല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ED ചോദിച്ച കത്താണ്, ED കൊടുത്ത കത്താണ്. അല്ലല്ല, ഇത് SFI കൊടുത്ത കത്താണിത്. അല്ലേ, നേരത്തെ ED എന്നാ പറഞ്ഞു? അല്ലല്ല, SFI കൊടുത്ത കത്താണ്. SFI കൊടുത്ത കത്താണ്. ഓക്കെ, അവർ ഈ കത്ത് കൊടുത്തു. ഇതിനെന്താ മറുപടി? സഭ എന്താ മറുപടി കൊടുത്തേ? ഇവരവസാനം ഈ കുരുക്ക് വന്ന് വീണപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടികളുടെ ക്ലാസ്സിൽ വരുന്നതിനെ പറ്റിയുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തു, അതിന് ഞങ്ങൾ കൊടുത്ത പൈസ എന്ന് പറഞ്ഞാണ് ഇവർ അവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്. ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തു. എന്താ സോഫ്റ്റ്വെയർ? നിങ്ങൾക്കും ബന്ധം ഉണ്ടാവുമല്ലോ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ആ ക്ലാസ്സിൽ വന്നില്ല, ആബ്സെൻ്റ് ആണ്. ആ കുട്ടിയുടെ രക്ഷിതാവിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിവരം ഈ സോഫ്റ്റ്വെയർ വഴി അറിയിക്കാൻ പറ്റുമെന്നാണ് ഇവർ അവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്, മെഡിക്കൽ കോളേജ് അധികൃതർ. അധികാരി. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടോ? നമ്മളറിയില്ല. കുട്ടികളോടൊക്കെ അന്വേഷിച്ചോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ? നമ്മളെല്ലാം അന്വേഷിച്ചു, അത് അവരും അന്വേഷിച്ചിട്ടുണ്ട്. ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFI അന്വേഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവരാരും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഇതേ അത് മാത്രമല്ല, ഈ പറയുന്ന എക്സാലോജിക്കിന് പൈസ കൊടുത്തതിൻ്റെ ഒരു രേഖകളും അവിടെ ഇല്ല. ഒരു രേഖയില്ല, എല്ലാം നമ്പർ 2 ആണോ? അക്കൗണ്ട് വഴിയാണെങ്കിലും അക്കൗണ്ട് അറിയണ്ടേ? പിന്നെ എങ്ങനെ ഈ പൈസ കൊടുത്തു എന്നുള്ളത് എങ്ങനെ അവർ പ്രൂവ് ചെയ്ത് എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നത് എക്സാലോജിക്കിൻ്റെ റെക്കോർഡുകൾ അവർ പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് ഈ കാരക്കോണം മെഡിക്കൽ കോളേജ്. അതായത് ഇവിടെ നിന്ന് കാശ് അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ അതിന് തെളിവുകൾ ഇവിടെ ഇല്ല. പക്ഷേ EDയോ SFIയോ നേരെ എക്സാലോജിക്ക് പോയപ്പോൾ കാശ് വന്നതിന് തെളിവ് അവിടെയുണ്ട്. ഉണ്ട്. അങ്ങനെയാണ് ഈ കത്ത് വന്നിട്ടുള്ളത്. അതാണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറെ അവിടെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതേ വിവാദ കമ്പനി, ഇപ്പൊ കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരു വിവാദ വ്യവസായിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന പോലെ ഫോട്ടോഷോപ്പ് ഏതാണ്ടൊക്കെ നാട്ടുകാർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയോ സേവനങ്ങൾ ഇതേ കമ്പനി കൊടുക്കുന്നു, AMC ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് കണക്കുകൾ പറയുന്നത്. ഇവിടെയും ആ AMCയുടെ ആ എഗ്രിമെന്റിന്റെ കോപ്പിയാണ് SFI ചോദിച്ചത് ഹാജരാക്കാൻ. ഇത് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ രണ്ടാമത് പേപ്പർ ഉണ്ടാവും. അതായത് ഇല്ലാത്ത സേവനത്തിന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയിലേക്ക് കാശ് പോയി. പക്ഷേ ഇതെല്ലാം അണ്ണക്കൗണ്ട് മണിയാണ്. പക്ഷെ അങ്ങനെ ഈ പറയുന്ന എക്സാലോജിക്കിന് പൈസ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും സഭാജനങ്ങൾക്കും ഒരു നീതിയും കിട്ടാത്തത്. അവരെന്ത് അഴിമതി കാണിച്ചാലും എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവരെ കൂടെ മാത്രമേ സർക്കാരും പോലീസും നിൽക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ഒരു സംശയം, നിങ്ങൾ സഭയ്ക്കകത്ത് 2 ചേരികൾ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതിനകത്ത് തർക്കമുണ്ട്, സാമ്പത്തിക ഇഷ്യൂസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രബല വിഭാഗം എന്ന് അവകാശപ്പെടുന്നത് ഡോക്ടർ റസാലവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. സർക്കാർ അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം പറയുകയാണ് എന്ന് പറഞ്ഞാൽ
ശരി, അത് ഞാൻ പറയാം. പറയൂ. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ 3 വ്യക്തികളെ കേസെടുത്തു. അപ്പോൾ ഈ സെൻട്രൽ ഐ ബി എന്നൊരു അറിയാമല്ലോ, സെൻട്രൽ ഐ ബി, കേന്ദ്ര ഇന്റലിജൻസ്. അവർ ആദ്യത്തെ റിപ്പോർട്ട് 1 വർഷം മുമ്പ് കൊടുത്തത് ഈ പറയുന്ന ബിഷപ്പിനെ അറസ്റ്റ് ചെയ്താൽ 2% ആൾക്കാർ അങ്ങരുടെ കൂടെ ഇല്ല എന്ന് അമിത്ഷാക്ക് ആദ്യ റിപ്പോർട്ട് കൊടുത്തു. IB എങ്ങനെ റിപ്പോർട്ട് കൊടുത്തു? ശരി. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിപ്പോർട്ട് കൊടുത്തു. അത് ഞങ്ങളുടെ ഒരു സമരം നടത്തിയതിന് ശേഷമാണ്. അന്ന് റിപ്പോർട്ട് കൊടുത്തു, ഇദ്ദേഹത്തിനെ കൂടുതൽ അറസ്റ്റ് ചെയ്താൽ 1% ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടാവില്ല. ആ റിപ്പോർട്ട് എന്തായാലും കുറച്ചെങ്കിലും ഇവിടെ കേരള സർക്കാരിന് കിട്ടൂലേ? പക്ഷേ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളൊരു ചെറിയൊരു വിഭാഗമാണ്, ഒരു സഭയിലൊരു ഇഷ്യൂ ഉണ്ട്, കുറച്ച് സാമ്പത്തിക തർക്കങ്ങളും വ്യക്തിപരമായ ചില ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ ഒരു വിഭാഗം മാറി നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളല്ല മെജോറിറ്റി, അവരാണ് മെജോറിറ്റി എന്നാണ് അവർ പറയുന്നത്. സർക്കാരിനോട് അടുത്ത് നമുക്കറിയില്ല ശരി എന്താണെന്നുള്ളത്. താങ്കൾ യോജിക്കുന്നോ? അത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാര്യം ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ 7 ഞങ്ങൾ ഏകദേശം ഒരു 50,000 അടുപ്പിച്ച് ജനത്തിനെ വെച്ചാണ് ഞങ്ങൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തത്. ആ സമരത്തെ അവർ 2 മണിക്കൂർ സ്റ്റാച്യൂവിൽ ഞങ്ങൾ തടഞ്ഞു. അത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സമരമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ 7 2 മണിക്കൂർ ഞങ്ങളെ തടഞ്ഞിട്ടും ഞങ്ങൾ പോവില്ലെന്ന് മനസ്സിലായപ്പോൾ കാണാം അവർ ഞങ്ങൾക്ക് വഴി തുറന്നു തന്നു. അന്നും ഈ പറയുന്ന മറുവിഭാഗത്തിന് ജാഥ ഉണ്ടെന്ന് പറഞ്ഞ് ഈ പോലീസിനെ പറ്റിച്ചതാണ്. അവർ 5 പേരെ വെച്ച് ജാഥ നടത്താൻ കഴിഞ്ഞില്ല, അവർക്ക് കഴിഞ്ഞില്ല. ഇത് മൂന്നാമത്തെ ജാഥയാണ്. ഇതിനു മുമ്പ് ഒരു 1.5 വർഷം മുമ്പ് വേറെ 2 ജാഥ നടത്തിയിട്ടുണ്ട്. അന്ന് കുറെ കേസൊക്കെ എടുത്തിരുന്നല്ലോ നിങ്ങൾക്ക്. കേസ് അവിടെ റോഡ് ഇറങ്ങി അപ്പം കേസാണ്. നിങ്ങളുടെ ജാഥകൾക്കൊന്നും അനുവാദവും കിട്ടുന്നില്ല. ഈ 3 അനുവാദം തന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു CSI സഭയുടെ തലപ്പത്തിരുന്ന് അഴിമതി കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ തടയാനാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് എന്നാണ് നിങ്ങളുടെ വിശ്വാസം. അതെ. അങ്ങനെ ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ടുള്ള കോഴ ഇടപാടാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു ആരോപണം. ആ കോഴ ഇടപാട് തന്നെയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തത്. അവർക്ക് ഇങ്ങനെ അവരെ ഈ അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം അവർക്ക് വേണ്ടി നിൽക്കുന്നത് ഈ എക്സാലോജിക്കിന് കൊടുത്ത കോടികളുടെ ഒരു സ്നേഹം കൊണ്ടാണ്. ശരി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ ധർമ്മരാജ റസലവും ഡോക്ടർ TT പ്രവീണും അവർ ഒരു ഭാഗത്തൂടെ മുന്നോട്ട് പോകുന്നു, അഴിമതി ആരോപണങ്ങളൊന്നും ഏൽക്കുന്നില്ല, നിങ്ങളുടെ സംഗതികളൊന്നും ഏൽക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പ്രധാന സഭാ ആസ്ഥാനത്തിനടുത്തുള്ള ചർച്ചിൽ നിന്ന് നിങ്ങൾ കുറേ പേര് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇപ്പോൾ തിരികെ വരികയും ചെയ്തു. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അതും പറയാം. ഈ ദക്ഷിണ കേരള മഹാദേവയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സഭയാണ് MMCSI സഭ, അതായത് MMCSI സഭ. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ അക്കൗണ്ട് കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. ആ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ആ പള്ളിയുടെ പേര് മാറ്റി. ആ പള്ളിയുടെ പേര് മാറ്റിയെന്ന് വെച്ചാൽ കത്തീഡ്രൽ സഭയിൽ അവർ പറയുന്ന നിയമം അനുസരിച്ചാണെങ്കിൽ ബിഷപ്പിനും മഹാദേവ സെക്രട്ടറിക്കാണ് പവർ കൂടുതൽ. അവർക്ക് എന്ത് കാര്യം കൈകാര്യം ചെയ്യാം. കത്തീഡ്രൽ നാക്കി അവർ പേര് കത്തീഡ്രൽ മാറ്റി. നേരത്തെ പേരെന്തായിരുന്നു? MMCSI സഭ ചർച്ച്. ഓക്കെ. ഇതിപ്പോൾ കത്തീഡ്രൽ മാറ്റി. ഇപ്പോൾ നമ്മൾ അതിപ്പോൾ വീണ്ടും മാറ്റി. ഇവരിങ്ങനെ മാറ്റിയത് ഈ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പൈസ അടിച്ച് മാറ്റാൻ പള്ളിയുടെ പേര് മാറ്റിയാൽ കാശൊക്കെ അടിച്ച് മാറ്റാൻ പറ്റും. അല്ല, ആ പേര് വെച്ചാൽ മാത്രമേ ബിഷപ്പിനും മഹാദേവ സെക്രട്ടറിക്ക് അക്കൗണ്ട് കഴിയാൻ പറ്റുള്ളൂ. കത്തീഡ്രൽ ആകുമ്പോൾ ഭരണം അവരുടെ കയ്യിലേക്ക് അവരിക്കും. മറ്റേ ആകുമ്പോഴേ കമ്മിറ്റി ഉണ്ട്. ശരി. അവർക്ക് മാത്രമേ പൈസ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഇതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ ഒരു കൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ എങ്ങോട്ട്? പിന്നെ വാടക കെട്ടിടത്തിൽ എന്താ പ്രവർത്തിച്ചു? ഞങ്ങൾ ഇവിടെ സാൽവേഷൻ ആർമി കവടിയാറിലായിരുന്നു. അവിടെ ആ വാടക 2 വർഷം ഞങ്ങൾ അവിടെ ആയിരുന്നു. ശരി. മെയ് 3-ം തീയതി ഞങ്ങൾ തിരിച്ച് സഭയിൽ കയറി. നിങ്ങൾ തിരികെ വന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു? അതേക്കുറിച്ച് പറയാം. ഈ ധർമ്മരാജ റസാലം ഏകാധിപതിയാണ് ഇപ്പോഴും അന്നും. പക്ഷെ പുള്ളി ഇപ്പം അധികാരത്തിലില്ലല്ലോ. അത് തന്നെ. അങ്ങനെ അദ്ദേഹം ഏകപക്ഷീയമായി ഭരണഘടനയെ മാറ്റി എഴുതി 67 വയസ്സ് പെൻഷൻ എന്നുള്ളത് 70 ആക്കി. ഏകപക്ഷീയമാണ്. അതിനെതിരെ ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുക്കുകയും അവിടെ നിന്ന് നമുക്ക് അനുകൂല വിധിയുണ്ടായി. ഡിവിഷൻ ബെഞ്ചിനും അനുകൂല വിധിയുണ്ടായി. അവിടെ നിന്ന് ആ പറയുന്ന ജഡ്ജ്മെൻറ്റിൽ 2 റിട്ടയേർഡ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമാരെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നിയമിച്ചു. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇവിടെ ഒരു പുതിയ ഈ സർക്കുലർ ഡൈവേഴ്സിൽ 15 പേരടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയും കോഴിക്കോട് ബിഷപ്പ് ആയ ഡോക്ടർ മനോജ് ബിഷപ്പിനെ ഇവിടെ നിയമിക്കുകയും ചെയ്തു. സിനഡ് നിയമിച്ചു. ആ ബിഷപ്പ് ചാർജ് എടുക്കേണ്ട അന്ന്
ആ ബോർഡ് മാറ്റി പുതിയ ബോർഡ് വെച്ച് നമ്മളെല്ലാം ആ പള്ളിയിൽ വീണ്ടും ജോയിൻ ചെയ്തു. അദ്ദേഹം ചാർജ് എടുക്കുന്ന ദിവസം നിങ്ങൾ ഇങ്ങ് കയറി. നിങ്ങൾ ഇടിച്ചു കയറിയതാണോ? അല്ലല്ലേ, ഞങ്ങൾ ആരാധനയ്ക്ക് വന്നാൽ കയറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ അവർ നമ്മളെ കയറി എന്നിട്ട് എന്ത് സംഭവിച്ചു? കയറി ഇപ്പോഴും നമ്മൾ ആ പള്ളിയിൽ തന്നെ പോണതും നമ്മളാണ് കാണിക്കെടുക്കുന്നതും നമ്മൾ തന്നെയാണ് അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഈ കാണിക്കയാണ് പ്രശ്നം. അല്ലല്ല, കാണിക്കെടുക്കണമെന്ന് വെച്ചാൽ ആ പള്ളിയിൽ ജയിച്ച് വരുന്ന ഡീക്കന്മാർക്ക് മാത്രമേ കാണിക്കെടുക്കാൻ പറ്റുള്ളൂ. അല്ല എനിക്കൊന്നും പോയി എടുക്കാക്കൂല. ഈ കാണിക്കെടുക്കുന്നത് എങ്ങനെയാണ്? സഭയുടെ ആവശ്യങ്ങൾക്കല്ലേ വിനിയോഗിക്കുന്നത്, അതോ അല്ലല്ല വികാരിയുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്? അത് പറയാം. ഓരോ പള്ളിയുടെയും ഇപ്പം വരുമാനത്തിൻ്റെ 20% ദക്ഷിണ മഹാടവിൽ അടയ്ക്കണം. ബാക്കി എല്ലാം എന്ത് ചെയ്യണം? അതായിരിക്കുന്ന അച്ഛന്മാരുടെ ശമ്പളം കൊടുക്കണം, കറണ്ട് ചാർജ്, മൊത്തം ചെലവ് നോക്കണത് അതായത് പള്ളിക്കാരാണ്. ഈ LMS ചർച്ചിൽ ഭയങ്കര വരുമാനമാണല്ലേ? ആ വരുമാനം നോക്കി തന്നെയാണ് ഇവർ കയറിയത്, പേര് മാറ്റിയത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഇവർ കയറി വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആദ്യം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചു, ആ പൈസ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു പൈസ പോലും അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഫലത്തിൽ നിങ്ങളുടെ ഭരണസമിതി തന്നെ തിരിച്ചു കയറി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും വീണ്ടും സമരം ചെയ്യുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു? ആർക്കെതിരെ സമരം? ഇപ്പൊ സമരം ചെയ്തതാ. കഴിഞ്ഞ ദിവസം ഈ മനോജ് ബിഷപ്പ് ഈ പുതിയ കമ്മിറ്റിയെ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അവർ നിയമിച്ചല്ലോ, സിനഡ് നിയമിച്ചു. അവർ ഒരു എന്താ പറയണത് 3/5/2024 ഒരു കമ്മിറ്റി കൂടിയിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിലെ അധികാരികളെ മാറ്റത്തക്ക രീതിയിൽ കുറച്ച് പോസ്റ്റിംഗ് ഒക്കെ അങ്ങ് വെച്ചു. ഇത് എങ്ങനെ അറിഞ്ഞ് ബെനറ്റും ഈ പറയുന്ന TT പ്രവീണിന് കൂടെ ചേർന്ന് അന്ന് വൈകുന്നേരം 5 മണിക്ക് ഗുണ്ടായുസം കാണിച്ച് ബിഷപ്പിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. വലിയ വാർത്തയായിരുന്നു. ബിഷപ്പിൻ്റെ അരമനയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ നമ്മളെ MMCSI സഭയിലെ ആൾക്കാരും CSIയിലെ മറ്റ് അറിയപ്പെടുന്ന പെട്ടെന്ന് വന്ന ആൾക്കാരും കൂടെ ബിഷപ്പ് നമ്മൾ തടഞ്ഞു വെച്ചു. പോണ്ട വന്നിട്ട് ഇതിൻ്റെ പരിഹാരം കണ്ടിട്ട് പോയാൽ മതി. ശരി, എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ കാണാം പ്രവീണും അവരുടെ കൂടെയുള്ള ഗുണ്ടകളും അവിടെ അക്രമം അഴിച്ചു വിട്ടു. അവരുടെ ഉദ്ദേശം ഇത് സർക്കാർ എടുക്കണം എന്ന് തന്നെയായിരുന്നു. സർക്കാർ ഏറ്റെടുക്കണം. അത് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥയിൽ മാത്രമാണ് അന്ന് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അന്ന് ആ സഭയെയും അരമനയെയും എല്ലാ ഓഫീസെല്ലാം പൂട്ടിയെടുത്തിട്ട് 40 ദിവസം കഴിഞ്ഞു. ഇതുവരെ നമുക്ക് വിട്ടു നിന്നിട്ടില്ല. അരമനയെല്ലാം പൂട്ടിയെടുത്തു. എല്ലാം പൂട്ടിയെടുത്തു. ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല. അല്ലല്ല, പള്ളിയിൽ ആരാധന സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞ ബിഷപ്പ് ഹൗസ്, സർക്കിൾ ഡയസിന്റെ ഓഫീസ് എല്ലാം പൂട്ടിയെടുത്തു. സർക്കാരിന്റെ കയ്യിലാണ്. ഇപ്പൊ സർക്കാരിന്റെ കയ്യിലാണ്. ഇതിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്തത്. ഇതിനു വേണ്ടി ഞങ്ങൾ കാണേണ്ട എല്ലാവരെയും കണ്ടു. പക്ഷെ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇവർ കാശെല്ലാം കൊടുത്ത് വെച്ച് നിങ്ങൾ ആരോപിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് തരാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ നീതി എങ്ങനെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങളിപ്പോ ആർക്കെതിരെയാണ് സമരം ചെയ്തത്? സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയാണ് സമരം ചെയ്തത്. പ്രാർത്ഥനാ സമരം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങ് സമരം ചെയ്താൽ അവർ ഒരു ഓൾ ഓൺ എ സഡൻ നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ കരുതിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. വിശ്വാസികളുടെ ശക്തി കാണിച്ചു കൊടുക്കണം. അത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ സമരത്തിന് ശേഷം നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? കേസ് എടുക്കാൻ പോകണമെന്ന് പറയുന്നു. ഇതുവരെ എടുത്തിട്ടില്ല. ശരി, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്നത് ആരോപണം മാത്രമാണ്. അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. SFIO കത്തയച്ചു, വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഒരു കേസ് എടുത്തതായിട്ട് നമുക്കറിയില്ല. ഇല്ല. അപ്പം നിങ്ങൾ കുറേയധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ED കത്തയക്കുന്നു, അതുപോലെ തന്നെ SFIO ഇതിലൊക്കെ വരുന്നു. പക്ഷേ ഒന്നും ഒരിടത്തും തെളിയിക്കപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇല്ല. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് മാത്രമാണ് വിശ്വാസമില്ലാത്തത്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസി നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് 2022 ജൂലൈ 25 ഈ പറയുന്ന ഈ ധർമ്മരാജ റസാലം അയാൾ മോഡറേറ്റർ ആയിരിക്കുന്ന ആണ്. കാരണം CSIയിലെ ഏറ്റവും പരമോന്നത സ്ഥാനമാണ് മോഡറേറ്റർ. ആ മോഡറേറ്റർ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് നടന്നു. അദ്ദേഹം UK പോകാൻ നിന്ന ദിവസമായിരുന്നു. അത് അടുത്ത ദിവസം അതായത് UK പോകാൻ സമ്മതിച്ചില്ല. പുള്ളി നാട് വിടാനായിരുന്നു പരിപാടി. അങ്ങനെയുണ്ടോ? അതും പറയാൻ ഒക്കില്ല. അങ്ങനെയൊക്കെ അന്ന് വാർത്തകളൊക്കെ കാര്യം സംസ്ഥാന സർക്കാർ ഈ പറയുന്ന അഴിമതിക്കാരുടെ കൂടെ കൂട്ടു നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കാണിക്കാം. അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്, അരമന, കാരക്കോണം മെഡിക്കൽ കോളേജ്, ബെനറ്റ് എബ്രഹാമിൻ്റെ വീട്, TT പ്രവീണിൻ്റെ വീട് എല്ലാം ഒരേ സമയത്ത് റെയ്ഡ് നടന്നിട്ടാണ് ഇദ്ദേഹത്തിന് അവിടെ പോകാൻ സമ്മതിക്കാത്തത്. അതിൽ ഒരു കുറ്റപത്രം കോടതി കൊടുക്കുകയും ചെയ്തു. ഇനി 2 കുറ്റപത്രം കൂടെ ED കൊടുക്കാനുണ്ട്.
അതിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നു? 100% ശിക്ഷിക്കപ്പെട്ടിരിക്കും. കാര്യം ഉറപ്പാണ്. എനിക്ക് നിങ്ങൾക്ക് BJP-ക്കാർ എന്തെങ്കിലും ഉറപ്പ് വന്നിട്ടുണ്ടോ? അല്ല, അതിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാരണമാണ് ഇത്രയും കൊണ്ടുവരുത്തിച്ചത്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരും ഇദ്ദേഹത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. ആര് സംരക്ഷിച്ചു കൊള്ളാം? ബിഷപ്പിനെയും ഈ പറയുന്ന പ്രവീണിനെയും ഈ പറയുന്ന ബെനറ്റ് എബ്രാനെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു. ആര് വാക്ക് കൊടുത്തു? ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരും. സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ല? സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ 2 വെള്ളത്തിൽ കാലി ചവിട്ടിക്കൊണ്ടാണ് തോറ്റുപോയത്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷന് മുന്നേ നിങ്ങൾ വിമതന്മാരുടെ ഒരു വലിയൊരു സപ്പോർട്ട് NDA കാൻഡിഡേറ്റിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ നിങ്ങൾ കൂടുതൽ അവസാന നിമിഷം ഒരു 5 ദിവസം മുമ്പ് ഞങ്ങൾ അറിയുന്നു, ഇത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സാറ് ഈ പറയുന്ന അരമനയിൽ രാത്രി പോവാറുണ്ട്. നിങ്ങളാണ് അറിഞ്ഞത്? പിന്നെ ഇലക്ഷൻ 4 ദിവസം മുമ്പാണ് അറിയണത്. അതായത് കുറച്ചധികം വിഷയങ്ങളുണ്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട്. സാമ്പത്തിക തിരിമറികൾ, ഗുരുതരമായ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണെന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ആക്ഷേപം. ക്രൈംബ്രാഞ്ച് കേസോ വിജിലൻസ് കേസിലോ ഒന്നും നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ആകെ ആശ്വാസമായത് കോടതിയുടെ നടപടികൾ മാത്രമാണ്. അതേസമയം നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ പോകുന്നു. BJP ഭരണ നേതൃത്വം നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നൽകുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ BJP നിങ്ങളെ ചതിച്ചു. അതെ. ഇനി എങ്ങനെ നിങ്ങൾക്ക് നീതി ലഭിക്കും? ഞങ്ങൾക്ക് ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വത്തോട്ട് നമുക്ക് വിശ്വാസമുണ്ട്. മനസ്സിലായി. പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. നമുക്ക് അതിൻ്റെ ഫലം എന്താണെന്നുള്ള വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ചർച്ച തുടരുന്നതായിരിക്കും. നന്ദി.